ഹായ് ഫ്രണ്ട്സ്, സുധാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സമൂസയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2 സബോള എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ്, 3 ക്യാരറ്റ്, 1 കഷ്ണം ഇഞ്ചി, 2 ചെറിയ വെളുത്തുള്ളി. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 100 ഗ്രാം ഓയിൽ, 3 പച്ചമുളക്, 4 തണ്ട് കറുവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇഞ്ചി പേസ്റ്റ് ആക്കണം, വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. നമുക്കിനിയും ക്യാരറ്റും സബോളയും പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സബോള ഗ്രേറ്റ് ചെയ്തു, ഉരുളക്കിഴങ്ങ് വേവിച്ചതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല തയ്യാറാക്കാം. ചൂടായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ചെറുതായിട്ട് മല്ലിപ്പൊടി ഒന്ന് ചൂടാവണം. ഇനി ഞാൻ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്, തുറന്ന് നോക്കാം. മസാല തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാൻ.
ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർപകുതി അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം 1/2 ടീസ്പൂണ് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് വിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. കപ്പിന് 1 കപ്പ് മൈദ എടുത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അതുപോലെ തന്നെ പകുതി അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നാൽ അത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ കൈകൊണ്ട് കുഴയ്ക്കുക. അത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇത് ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയാണ്. നമുക്കതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ ഉരുളകളാക്കി എടുക്കാം. അവിടെ ടേബിൾ ടോപ്പിലാണ് ഒന്ന് പരത്തിയെടുക്കാൻ നോക്കുന്നത്. ഇങ്ങനെ ഓരോന്നും ഇതിൻ്റെ മേലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഓയിൽ തേച്ച് കൊടുക്കുക. മൈദ തൂവി കൊടുക്കുക. ഓയിൽ തേക്കുക. ഇനി നമുക്ക് എത്ര റൗണ്ടിൽ കിട്ടുമോ അത്രയും റൗണ്ടിൽ വലുതാക്കി എടുക്കുക. ഇനി നമുക്ക് പത്തിരിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം.
ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിലൊരു പൊള്ളം വരും, പൊള്ളം വരാൻ സമ്മതിക്കല്ലേ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട ലെയറായിട്ട് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ ഓരോ ലെയർ എടുത്ത് മാറ്റാം. ഇതേണ്ട ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് വേർപെടുത്തിയെടുക്കാം. ഓരോ ലെയറാക്കിയിട്ട് എടുക്കാം. ഷീറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫില്ല് ചെയ്തെടുക്കാം. കോണായിട്ട് മടക്കിക്കൊണ്ട് പിന്നെ തിരിച്ച് ഇങ്ങനെ മടക്കും. എന്നിട്ട് സ്പൂൺ കൊണ്ട് മസാല കൊടുക്കും. ഇതിനെ ഇങ്ങനെ മടക്കണം. മടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൈദ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. അത് ഇച്ചിരി തേച്ച് കൊടുക്കുക. ഇങ്ങനെ അടയ്ക്കുക. ഈ സൈഡിലൊന്നും ഗ്യാപ്പ് പാടില്ല. ഇനി ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ചീഞ്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മൂത്തിട്ടുണ്ട്. കോരിയെടുക്കാൻ അങ്ങനെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാനുള്ള നല്ലൊരു സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം.